ദിവ്യമന്നയിലേക്ക് സ്വാഗതം. ജൂലൈ 19 ഞായർ. ചിന്താവിഷയം സഭയുടെ ബോധന രൂപീകരണം ദൈവശാസ്ത്ര അഭ്യസനത്തിലൂടെ. ദൈവം മനുഷ്യന് നൽകിയ മഹത്തായ ദാനമാണ് ദൈവവചനം. അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമെന്ന് പറയുമ്പോൾ ആ വാക്കുകൾ അർത്ഥപൂർണമാകുന്നതിന് ദൈവവചന പഠനവും അന്വേഷണവും അനിവാര്യമാണ്. സഭയുടെ കെട്ടുപണിക്കും ലോകത്തിന്റെ നന്മയ്ക്കുമായി ദൈവജനത്തെ ഒരുക്കുവാൻ ദൈവശാസ്ത്ര അഭ്യസനം ആവശ്യമാണ്. ദൈവത്തെയും ദൈവിക ഉദ്ദേശത്തെ ശ്രദ്ധയോടെ മനസ്സിലാക്കാനുള്ള യത്നമാണ് ദൈവശാസ്ത്ര പഠനം. ദൈവശാസ്ത്രമെന്ന് കേൾക്കുമ്പോൾ സങ്കീർണവും സാങ്കേതികവുമായ ആശയമായി തോന്നാം. ഇത് ശരിയായ ചിന്തയല്ല. വേദ പണ്ഡിതനായ ലിയോങ് ദുഫ്വ ദൈവശാസ്ത്രത്തെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം മനുഷ്യനോട് പറയുന്നത് ദൈവവചനം, മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവശാസ്ത്രം. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഗൗരവമായ അന്വേഷണം എന്നും നിർവചിക്കാം. അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും. കർത്താവിന്റെ വാക്കുകൾ പഠന പ്രക്രിയയെ സൂചിപ്പിക്കുന്നതാണ്. നിരന്തരമായ അന്വേഷണവും ശ്രദ്ധയോടെയുള്ള പഠനവും ആത്മീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആദിമ സഭയുടെ വളർച്ചയിൽ പഠനത്തിന് നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ ബെരോവക്കാരെ കുറിച്ച് പറയുന്നത് അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരുടെ സൂക്ഷ്മമായ പഠനമാണ് ഇതിൽ കാണുന്നത്. ആദിമ സഭ അഭിമുഖീകരിച്ച ഭൗതികവും ആത്മീയവുമായ വെല്ലുവിളികളെ സധൈര്യം നേരിട്ടത് തിരുവചന സത്യങ്ങളെ ജാഗ്രതയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ കൂടെയാണ്. എക്കാലവും ഇത് പ്രസക്തമാണ്. ഭാരത ചിന്തയിൽ ആധ്യാത്മിക വളർച്ചയ്ക്ക് ആവശ്യമായ 3 പടികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശ്രവണം, മനനം, ധ്യാനം എന്നിവയാണ്. ഇത് ശരിയായ പഠനത്തിന്റെ മാർഗങ്ങളാണ്. തിരുവചനം നന്മയിലേക്ക് മനുഷ്യനെ നയിക്കാൻ സഹായിക്കുന്ന പഠനങ്ങളാണ്. വ്യത്യസ്തമായ പഠനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ചും അവിടുത്തെ ദിവ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മോശ നിർവഹിക്കുന്ന ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ കാണാം. തിരുവചന ഗ്രന്ഥങ്ങൾ എല്ലാം ഇപ്രകാരമാണ്. അസ്ഥികളുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകൻ നടത്തുന്ന പ്രഭാഷണവും അത് സൃഷ്ടിക്കുന്ന രൂപാന്തരവും ദൈവവചനത്തിന്റെ സ്വാധീനത്തെ കാണിക്കുന്നു. അനേകം ദൈവശാസ്ത്ര ചിന്താധാരകൾ തിരുവചനത്തിൽ ഉടനീളം ദൃശ്യമാണ്. ഇതിനെ കാലികമായി മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ദൈവശാസ്ത്ര അഭ്യസനം. അവിടെ തിരിച്ചറിവുകളുടെ തിരികൾ തെളിയും. വിവേചന ബുദ്ധിയും പരിവർത്തനവും ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. അന്ധകാരത്തിന്റെ അമിക്കയറുകളാൽ ബന്ധിതമായിരുന്ന ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചത് നിത്യ വെളിച്ചമായ തിരുവചനമായിരുന്നു. ഇത് നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യമാണ്. തിരുവചനം ലോകത്തിന് വ്യക്തമായ ദിശാസൂചികയാണ്. തിരുവചനം ആഴത്തിൽ പഠിച്ച് അത് ഫലകരമായി പകർന്നു കൊടുക്കാൻ സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് ദൈവശാസ്ത്ര അഭ്യസനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. ദൈവശാസ്ത്ര അഭ്യസനം വേദപുസ്തക വിജ്ഞാനത്തിന്റെ കൊടുമുടിയിൽ കയറാനുള്ള പരിശീലനമല്ല. ഇത് മനുഷ്യനെ അനുഗ്രഹീതമാക്കാനുള്ള ലക്ഷ്യം മാത്രമാണ്. ഇതാണ് സഭയുടെ ബോധന രൂപീകരണം ദൈവശാസ്ത്ര അഭ്യസനത്തിലൂടെ എന്ന ചിന്താവിഷയം അർത്ഥമാക്കുന്നത്. വേദഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. 1-ാം പാഠഭാഗം നെഹമ്യാവ് 8:1-12 വരെ. ദീർഘനാളുകൾ ദൈവവചനം കേൾക്കുവാൻ സാധിക്കാതെയിരുന്ന യഹൂദ സമൂഹത്തിന് തിരുവചനം ലഭ്യമാക്കുന്ന സംഭവത്തിന്റെ വിവരണമാണ് വേദഭാഗം. എസ്രാ ശാസ്ത്രി ന്യായപ്രമാണ പുസ്തകം വായിച്ചു. പണ്ഡിതരായ ആളുകൾ പൊരുൾ തിരിച്ച് അവരെ പഠിപ്പിച്ചു. ഈ സംഭവം അവരിൽ സൃഷ്ടിച്ച പരിവർത്തനം അത്ഭുതാവഹമായിരുന്നു. തിരുവചനം രൂപാന്തരം നൽകുന്ന വചനമാണ്. 2-ാം പാഠഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് മെലിത്ത ദ്വീപിലുള്ളവരോട് ദൈവവചനം പ്രാഗൽഭ്യത്തോടെ പങ്കിടുന്നതാണ് വേദഭാഗം. യേശുവിനെ കുറിച്ചും അവന്റെ രക്ഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദീകരിക്കുന്നത് ശ്രദ്ധേയമാണ്. ലേഖന ഭാഗം 1 പത്രോസ് 2:1-10 വരെ. ആത്മീക ആരോഗ്യത്തിനായി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ തിരുവചനത്തിന്റെ പ്രാധാന്യം വ്യക്തമാണ്. വിശ്വാസ സമൂഹം തെരഞ്ഞെടുക്കപ്പെട്ടവരും വലിയ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടവരുമാണെന്ന് പറയുന്നു. അത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. ഇതാണ് വേദഭാഗം നൽകുന്ന സന്ദേശം.
സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി 13:16 മുതൽ 23 വരെ. യേശുവിന്റെ ഉപമകളിൽ സവിശേഷമായി ശ്രദ്ധിക്കപ്പെട്ട ഉപമയാണ് വിതയും വിളവെടുപ്പും. വിതക്കാരന്റെ ഉപമ എന്നും പറയപ്പെടുന്നു. സമവീക്ഷണ സുവിശേഷകർ പ്രാധാന്യതയോട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിതക്കാരനേക്കാൾ വിതച്ച വിത്തുകൾ എപ്രകാരം ഫലം നൽകുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ ഉപമ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. വിത്ത് വിതയ്ക്കുന്നതും അത് വളരുന്നതും കർത്താവ് സൂക്ഷ്മമായി മനസ്സിലാക്കിയിരുന്നതിനാൽ ഈ പ്രക്രിയയുടെ എല്ലാ വശങ്ങളും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. യേശുവിന്റെ ഉപമകൾ പ്രൗഢവും എക്കാലവും പ്രസക്തവുമാണ്. അതിനാൽ സമൂഹത്തിന്റെ എല്ലാ ശ്രേണികളിലുമുള്ളവരെ ഉപമകൾ സ്വാധീനിച്ചിരുന്നു. ഈ കഥകളിൽ കൂടെ വ്യക്തമായ സന്ദേശങ്ങൾ നൽകാൻ കർത്താവ് ശ്രമിച്ചു. അതിനായി കേൾവിക്കാർക്ക് പരിചിതമായ കാര്യങ്ങൾ, അവർക്ക് മറഞ്ഞിരുന്ന സത്യങ്ങൾ ഇവ അനാവരണം ചെയ്തു. ഇത് ഹൃദ്യവും മനോഹരവുമാണ്. അനേകം വ്യാഖ്യാനങ്ങൾക്കും ചിന്തകൾക്കും വിധേയമായ വിത്ത് വിതയും കൊയ്ത്തും നൽകുന്ന 3 സന്ദേശങ്ങൾ ധ്യാനത്തിന് വിഷയമാക്കുന്നു. എന്തുകൊണ്ടാണ് ഉപമകളാൽ പ്രബോധനം നൽകുന്നത്? ഈ ചോദ്യത്തിന് മറുപടി നൽകിയതിനു ശേഷമാണ് കർത്താവ് ഉപമ പറയുന്നത്. 1. വിതയ്ക്കപ്പെടേണ്ട വചനം. വിത്ത് വിതച്ചാൽ അതിന്റെ ഫലം എന്താകും എന്ന ചോദ്യം ഉന്നയിക്കാതെ വിത്ത് വിതയ്ക്കേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വിതക്കാരൻ ഈ ഉപമയിൽ ശ്രദ്ധേയനാണ്. വരാവുന്ന പ്രതികൂലങ്ങളെ പരിഗണിക്കാതെ വിത്ത് വിതയ്ക്കാൻ സന്നദ്ധനാകുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കുന്നില്ല. വിതയുടെ കാലത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. വിതക്കാരന്റെ സ്വഭാവവിശേഷം ശ്രദ്ധേയമാണ്. ഇപ്രകാരം വചനമാകുന്ന വിത്ത് ഫലകരമായി വിതയ്ക്കാനുള്ള നിയോഗമാണ് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ജാഗ്രതയോടെ അത് നിർവഹിക്കണം. ഇതിൽ അലംഭാവം ഒരിക്കലും ഉണ്ടാകരുത്. വിതയ്ക്കുന്നതിലെ ത്യാഗത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരന്റെ ഭാഷ്യം വളരെ മനോഹരമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. സങ്കീർത്തനങ്ങൾ 126 5ഉം 6ഉം വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നു എന്ന വാക്കുകൾ വൈരുദ്ധ്യമായി തോന്നാം. വിതയ്ക്കുന്നത് സന്തോഷത്തോടും ഗാനത്തോടുമാണ്. കരഞ്ഞുകൊണ്ട് എന്ന് പറയുന്നത് വിതയിലെ ത്യാഗത്തെയും പ്രതീക്ഷയും സൂചിപ്പിക്കുന്നതാണ്. കണ്ണുനീരിന് പ്രതിഫലമുണ്ടെന്ന് പറയുന്നു. ഈ സത്യം ഉപമയിൽ ദൃശ്യമാകുന്നുണ്ട്. ഫലം കായ്ക്കാൻ അനുയോജ്യമായ വിത്താണ് വിതയ്ക്കുന്നത്. വചനമാകുന്ന ഫലസമൃദ്ധിയുള്ള വിത്ത് ലോകത്തിന്റെ നന്മയ്ക്കായി വിതയ്ക്കുവാൻ സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. വിതക്കാരനെ പോലെ ഒരുക്കവും ത്യാഗസന്നദ്ധതയും പ്രതിബദ്ധതയും വചനം പങ്കിടുന്നവർക്കുണ്ടാകണം. അതാണ് ദൈവശാസ്ത്ര അഭ്യസനത്തിലൂടെ ഉണ്ടാകേണ്ടത്. വിശ്വാസ ജീവിതത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവചന പഠനത്തിനായും നിയോഗിതരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. സംശുദ്ധമായ ആത്മീയത നമ്മിൽ രൂപപ്പെടുന്നത് ചിട്ടയായ ദൈവവചന പഠനത്തിൽ കൂടെയാണ്. ഫലം നൽകാൻ യോഗ്യമായ വിത്താണെങ്കിലും വിതയ്ക്കപ്പെടാതിരുന്നാൽ അത് നിഷ്ക്രിയമാകും. ഇപ്രകാരം ശ്രേഷ്ഠമായ ദൈവവചനം നമ്മുടെ ചിന്തകളിൽ വിതയ്ക്കപ്പെടാതിരുന്നാൽ ഫലശൂന്യത ഉളവാകും. വിതയ്ക്കപ്പെട്ട വിത്തിന് നിരന്തരമായ പരിചരണവും ശ്രദ്ധയും അനുകൂല സാഹചര്യവും നൽകുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ദൈവവചനം വിശാലമായ മനസ്സോടെ നമ്മുടെ ചിന്തകൾക്ക് വിഷയമാക്കുന്നതാണ് ദൈവശാസ്ത്ര അഭ്യസനം. മഹത്തായ സാമൂഹിക പ്രവർത്തനത്തിൽ ദൈവവചനം പഠിക്കുവാൻ അവസരമുണ്ടാകണം. ദൈവവചനത്തിൽ പ്രാവീണ്യമുള്ളവരും പ്രതിവാദം പറയാൻ കഴിയുന്നവരുമാകണം. പത്രോസ്ലീഹ പറയുന്നത് ശ്രദ്ധേയമാണ്. വിതയ്ക്കപ്പെട്ട വചനം സൃഷ്ടിക്കുന്ന പ്രതികരണം. വിത്ത് വിതച്ചപ്പോൾ വഴിയരികിലും പാറപ്പുറത്തും മുള്ളിനിടയിലും നല്ല സ്ഥലത്തും വീണതായി പറയുന്നു. എല്ലാ സ്ഥലത്തും വീണ വിത്ത് ഒരുപോലെയുള്ളതായിരുന്നു. എന്നാൽ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ഫലം നിർണയിക്കപ്പെട്ടത്. വിത്ത് വീണ ഓരോ സ്ഥലത്തെയും പ്രത്യേകത കർത്താവ് പറയുന്നുണ്ട്. ഇപ്രകാരം വിവിധ സാഹചര്യങ്ങളാൽ ദൈവവചനം തിരസ്കരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ശരിയായി ഉൾക്കൊള്ളുമ്പോൾ 100 മേനി ഫലം നൽകും. ഇത് സാധ്യമായത് സ്വീകരണ സന്നദ്ധതയോടെ കേൾക്കുകയും അവയെ പ്രമാണിക്കുകയും ചെയ്തതിനാലാണ്. സങ്കീർണമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വളർന്ന സഭയുടെ ചരിത്രം ഈ ഉപമയിൽ കാണുന്നതായി പഠിതാക്കൾ പറയുന്നു. വിശ്വാസികളുടെ ജീവിതത്തിൽ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെയാകണം. ദൈവവചനം ഒരുപോലെ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന സത്യം ഉപമയിൽ കാണാം. ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ പോയത് കർത്താവിന് വചനം വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. നല്ല സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ.
അവർ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. ബോധ്യത്തിൽ നിന്നും പ്രവൃത്തി പദത്തിൽ അവർ വചനത്തെ എത്തിക്കുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഫലകരമാക്കുന്നവർ. അവർ ലോകത്തിന് പ്രതീക്ഷ നൽകുന്നവരും നന്മയിലേക്ക് നയിക്കുന്നവരുമായിത്തീരുന്നു. ഈ അനുഭവങ്ങളാണ് നല്ല നിലത്ത് വീണ വിത്തുകളായി കർത്താവ് താരതമ്യം ചെയ്തത്. ഫലം കിട്ടാതെ പോയ സാഹചര്യവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നല്ല നിലമായി ലോകത്തെ ഒരുക്കി അവിടെ വചനമാകുന്ന വിത്ത് വിതയ്ക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. നിലത്തിന്റെ അപര്യാപ്തത പരിഭവമാക്കരുത്. പാഴ്നിലങ്ങളെ ഫലഭൂയിഷ്ടമാക്കാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. 3. പ്രതീക്ഷ നഷ്ടപ്പെടാത്ത വിതക്കാർ. യേശുവിനെ ബഹിഷ്കരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പശ്ചാത്തലത്തിലാണ് കർത്താവ് ഉപമ പറഞ്ഞത്. ഫലം പുറപ്പെടുവിക്കാത്ത വിത്ത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വിതയ്ക്കുന്നവൻ പ്രതീക്ഷ നഷ്ടപ്പെടാതെ വിതയ്ക്കണം. ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ അനേകം പ്രതിലോമങ്ങളെ സഭ അഭിമുഖീകരിച്ചിരുന്നു. എന്നാൽ കർത്താവിലുള്ള പൂർണ്ണമായ പ്രതീക്ഷയോടെ സഭ പ്രവർത്തിച്ചതിനാലാണ് ലോകത്തിന്റെ 4 ദിക്കുകളിലേക്കും എത്തിച്ചേർന്നത്. ഇരുളടഞ്ഞ ആഫ്രിക്കയെ പ്രകാശത്തിലെത്തിക്കാൻ ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ മിഷണറി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വഴിയരികും പാറസ്ഥലവും മുൾച്ചെടിയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ നല്ല നിലമാക്കി തീർക്കാൻ ഈ വിധക്കാരനെ കഴിഞ്ഞു. ഇപ്രകാരമാണ് എല്ലാ മിഷണറി പ്രവർത്തനങ്ങളുടെയും ചരിത്രം. സുവിശേഷത്തിന് ഒരിക്കലും പ്രവേശനമില്ലെന്ന് കരുതിയിരുന്ന അനേക സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിച്ചേർന്നത് ഇത്തരം വൈതരണികളെ മറികടന്നാണ്. ഉപമയിലെ വിധക്കാരൻ ഒരിക്കലും നിരാശയോ അതൃപ്തിയോ പ്രകടമാക്കുന്നില്ല. വലിയ വിളവ് പ്രതീക്ഷിച്ചുകൊണ്ട് വിതയ്ക്കുന്നു. അത് ലഭ്യമായി. ദൈവവചന പഠനത്തോടും ഈ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ലോകത്തിന് പ്രത്യാശയും പ്രകാശവും ചൊരിയുന്ന വചനം ആഴത്തിൽ പഠിക്കുന്നതിനും പങ്കിടുന്നതിനും നാം തയ്യാറാകണം. ക്രൈസ്തവ ദർശനത്തിന്റെ പ്രഭാവം ലോകത്തിന് നൽകാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള കൃപയും മനുഷ്യന്റെ യത്നവും ഒന്നിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഇതിന് കാരണമാകുന്നത് ദൈവവചനമാകണം. സഭയുടെ ബോധന രൂപീകരണം ദൈവശാസ്ത്ര അഭ്യസനത്തിലൂടെ എന്ന വിഷയം ചിന്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വിതയുടെയും വിളവെടുപ്പിന്റെയും ഉപമ പ്രചോദനവും പ്രതീക്ഷയും നൽകുന്നതാണ്. ലോകത്തെ രൂപാന്തരത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുന്ന തിരുവചനം ശ്രദ്ധയോടെ പഠിക്കുകയും അത് ഫലകരമായി വിതയ്ക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. വിതച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. ആത്മമാരി പെയ്യും ദൈവം കൃപ ചെയ്യും, തരും കൊയ്ത്തിനെയും തക്ക കാലത്തിൽ. വിതച്ചിടുക നാം സ്നേഹത്തിന്റെ അധ്വാനം, ഒരു നാളും വ്യർത്ഥം അല്ല ആകയാൽ. എന്നും പ്രാർത്ഥിച്ചിടിൻ, വേലയിൽ നിന്നിടിൻ, വിത്തു നനച്ചിടിൻ കണ്ണുനീരിനാൽ. വിതച്ചിടുക നാം ദിവ്യ സമാധാനം, മുളച്ചിടുവോളം ശൂന്യദേശത്തിൽ. മരുഭൂമി കാടും ഉത്സവവും കൊണ്ടാടും, പർവ്വതങ്ങൾ പാടും ദൈവ തേജസ്സിൽ. ഈ ഗാനം നമ്മുടെയും ഗാനമാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ.